അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളാ കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്.
ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടുമൊക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കർത്താവേ, ഞങ്ങൾ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യുഗതിയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000 മക്കൾ നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ, ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടറുണ്ട്. ഈശോയെ, CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാവണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കുമേ. ഇന്നൊരു രസമുണ്ടായേ. ഇന്നലെ ഞാൻ അൾത്താറ നിന്നപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആൾക്കാരെ കാണുമല്ലോ. അപ്പോഴേ ഈ നടുവൊക്കെ കുടിഞ്ഞ് ആൾക്കാർ താങ്ങിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക കരുണ തോന്നിയവരോട് ഞാൻ അവരുടെ കാര്യം ആദ്യം സാധിച്ചു കൊടുത്തു. അവരെ കാര്യമായിട്ട് പരിഗണിച്ച് അവർ സൈത്ത് പൂശി ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവർ നിർത്തി കഷ്ടപ്പെടുത്താതെ പറഞ്ഞു വിട്ടു. അപ്പം എൻ്റെ ഉള്ളിൽ ചിരി വരുന്നുണ്ട്. അത് ഞാൻ എന്നെ തന്നെ ആക്ഷേപിച്ചതാണ് ശരിക്കും. കാര്യം ഈ കൃപാസനത്തിൽ ആൾത്താരുടെ തിരക്ക് കാരണം ഞാൻ എല്ലാവരും ഒരുപോലെയാണ് പരിഗണിച്ചു പോണത്. ചില ആൾക്കാരെ പ്രത്യേകിച്ച് അങ്ങനെ പരിഗണിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് പറഞ്ഞാലേ നമുക്ക് കൃപാസനം ടോക്കിൻ്റെ തന്നെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമർ കെയർ ചെയ്യത്തില്ല ഞങ്ങളാരും. കൃപാസനത്തിൽ വന്ന് എനിക്ക് മനസ്സിലാവും, ഈ ബിസിനസ് സെൻറ്ററിലാണ് കസ്റ്റമർ കെയർ നടത്തുന്നത്. അപ്പോൾ ആ ചേട്ടാ ഇരിക്കു ചേട്ടാ, സുഖമാണോ ചേട്ടാ, വെള്ളം വേണം കുടിക്കാൻ, ആ പോണവരെ അവരെ പിന്തിരിഞ്ഞുകൊണ്ട് അവരെ പാമ്പർ ചെയ്തുകൊണ്ട് നടക്കും. ഇങ്ങനെ ഒരു കെയർ നിങ്ങൾക്ക് കൃപാസനത്തിൽ കിട്ടത്തില്ല, എനിക്കറിയാമല്ലോ. പക്ഷേ അതിന് പകരം വേറെ ഒരു കെയർ കിട്ടും. അത് റഫായിട്ടുള്ള കെയറാണ്. എന്താണ് കാര്യം? കവനൻ കെയർ. കവനൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസ് ചെയ്യില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കും, ഈ ഉടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ റഫായിട്ട് പറയും, ഒരാൾ ചോദിച്ചാൽ കൈ നനയൊന്നും മീൻ പിടിക്കണ്ട, വണ്ടി വിട്ടേക്കാൻ പറയും. അതിൻ്റെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ കവനൻ്റ് എന്ന് പറയുന്ന ദൈവം എത്രയോ ജനങ്ങളുടെ ലോകത്തുണ്ടായിരുന്നു. ഇതിനേക്കാൾ ലക്ഷക്കണക്കിന് മനുഷ്യർ അത് അനുഭവിച്ചു. ഇന്നും എന്തുമാത്രം അക്രൈസ്തവരാണ് അൾത്താരയിൽ ഇന്നലെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയണ ദൈവത്തെ അനുഭവിച്ചിട്ട്. അതൊക്കെ ഓർക്കുമ്പോഴേ, അതായത് ഒരു ദിവസം ഇന്നലെ കിട്ടിയ ഒരു സാക്ഷ്യം എന്നറിയാമോ? അതായത് ഒരു ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അവരിങ്ങനെ തുപ്പി തുപ്പി നടക്കും, ഭക്ഷണം കഴിക്കത്തുമില്ല. അപ്പം അവരെ മെലിഞ്ഞ ആള് ആൾത്താരെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ അവർ വന്നപ്പോൾ തന്നെ അവർ വീണ് കഴിഞ്ഞ ശേഷം അവർക്ക് ബോധം വന്നപ്പോൾ, മാതാവിൻ്റെ തിരുസേന വന്നപ്പോൾ അവർ വീണ് ബോധം വന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവർ ഭക്ഷണം കഴിക്കേണ്ട അവരുടെ മകൾ കരഞ്ഞുപോയി. കാര്യം മാസങ്ങളായി അമ്മ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം അമ്മ ആ കെട്ടഴിച്ച് വിട്ട്. പക്ഷെ എന്നാലും തുപ്പൽ മാറുന്നില്ല. അൾത്താരയിൽ അവർ വരുമ്പോൾ അവർക്ക് വേറെ എന്തോ അസുഖമൊക്കെ പറഞ്ഞ് അൾത്താര വരികയാണെങ്കിലും ഞാൻ സൈത്തെടുക്കുമ്പോൾ ഈശോ എന്നെ കൊണ്ട് അവിടെ തൊണ്ടയിൽ കുരിശിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തൊണ്ടയിൽ കുരിശിട്ട്. അതോടുകൂടി അവിടെ തുപ്പൽ നിർത്തി. എത്രയോ വർഷങ്ങളുടെ തുപ്പലാണ് ഭക്ഷണം കഴിക്കാതെ. അപ്പം ഇത് കാണുമ്പോൾ ദൈവത്തിനെ അനുഭവിച്ച് കഴിയുമ്പോൾ ആ മകള് കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത്, കരഞ്ഞുകൊണ്ട്. അപ്പോൾ ഉടമ്പടി ഇതിനകം എത്രയോ ലക്ഷങ്ങൾ അത് യേശുവിനെ ആദ്യമായിട്ടും കണ്ടുമുട്ടുന്നവർ പോലും ദൈവത്തെ അനുഭവിക്കുകയാണ്. അപ്പം ദൈവത്തെ അനുഭവിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും ചെയ്യണത് എന്താണ്? ഞങ്ങൾ കസ്റ്റമറിനെ കെയർ ചെയ്യത്തില്ല, പക്ഷെ കവനൻ്റെ കെയർ ചെയ്യും. ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിനെ നീതിയെയും കുറിച്ച് തന്നെ അന്വേഷിക്കുക. അതാണ് കവനൻ കെയർ എന്ന് പറയുന്നത്. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കവനന്റെ കൃത്യവും വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടി, അത് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ അവരെ ഞങ്ങളെ ട്രെയിൻ ചെയ്യും. പിന്നെ കവനനെ തെറ്റിക്കുന്നവരോട് വളരെ ശാസനാപൂർവ്വം സംസാരിക്കും. അൾത്താരയിലൊക്കെ ഞാൻ സംസാരിക്കാൻ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കുർബാനയ്ക്ക് വളരെ കർക്കശമായിട്ട് സംസാരിക്കും. നിങ്ങൾ ആലപ്പുഴ വന്ന് പണി മേടിക്കരുത് തന്നെ ഞാൻ പറയും. എന്താ കാര്യം? ചില ആൾക്കാർക്ക് ക്രിസ്തുവിന് അനുഗ്രഹം വേണം, ക്രിസ്തുവിനെ വേണ്ടേ. അപ്പം ഞങ്ങൾ ദൈവമാണെങ്കിലും ക്രിസ്തുവിൻ്റെ കൂടെ അനുഗ്രഹം കൊടുക്കത്തുള്ളൂ. ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളും ക്രിസ്തുവിൻ്റെ കൂടെ മാത്രമേ അനുഗ്രഹം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ കസ്റ്റമർ കെയർ, കവനൻ കെയർ, അത് നിങ്ങളും അതുപോലെ തന്നെയായിരിക്കണം. നിലപാടിൻ്റെ കാര്യത്തിൽ ക്രിസ്തുവിനായിരിക്കണം ഒന്നാം സ്ഥാനം. എന്നാൽ പിന്നെ ക്രിസ്തു നിങ്ങളെ തിരിച്ചറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അൾത്താരയിൽ ഒരു സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഇവിടെ ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ടെസ രാജു, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 നവംബർ 11 വിയു നിത്യസഹായ മാതാ ചർച്ചിൽ നിന്ന് ഇടവകംഗമാണ്. ഞാനിവിടെ ഒരു ജോലിയുടെ ആവശ്യമായിട്ടാണ് വന്നത്. എൻ്റെ പപ്പയാണ് എൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായി കുടുംബാസനത്തിൽ വന്നത്. ആ സമയത്ത് ഞാൻ MSc BEd കഴിഞ്ഞിരിക്കുകയായിരുന്നു. ബാംഗ്ലൂർ ഒരു സ്കൂൾ വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജോലി നിർത്തി വന്ന സമയത്ത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് UAE ജോലി അന്വേഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾക്കായി പോവുകയും പിന്നെ IELTS എക്സാം എഴുതുകയും ചെയ്തു. കാരണം ടീച്ചറായിട്ട് കയറുമ്പോൾ ബ്രിട്ടീഷ് കരിക്കുലം കിട്ടാനായിട്ട് IELTS നല്ലതാണെന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ ഇതിനു വേണ്ടിയും കൂടെ ഒരു മാസം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത്, ഒരു മാസമേ പറ്റിയുള്ളൂ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. IELTS എക്സാമിന് പോയപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പോക്കറ്റിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ എക്സാമിന് കയറി കഴിഞ്ഞപ്പോൾ അവിടെ 3 മണിക്കൂർ ഡിലേ വന്നു എക്സാമിന്. കാരണം AC വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 100 പേരോളം എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെ എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു ഭയങ്കര കോൺഫിഡൻസ്. റീഡിങ്ങിനും റൈറ്റിങ്ങിനും എനിക്ക് കോൺഫിഡൻസ് കുറവായിരുന്നു.
പക്ഷേ എൻ്റെ മെറിറ്റൊന്നുമല്ല അവിടെ. ഞാൻ എക്സാം എഴുതിയ സമയത്ത് സ്പീക്കിംഗ് എനിക്ക് ടഫും അതുപോലെ തന്നെ റീഡിങ്ങിന് റൈറ്റിങ്ങിന് നല്ല സ്കോർ എനിക്ക് ലഭിച്ചു. പരിസ്ഥമ്മ എനിക്ക് നല്ല ഓവറോൾ എനിക്കൊരു 6.5 അടുത്ത് സ്കോർ കിട്ടി. അപ്പോൾ ടീച്ചിങ്ങിന് അവിടെ UAE 6.5 തന്നെയാണ് സ്കോറ്, അതെനിക്ക് ലഭിച്ചു. അതിനുശേഷം ഞാൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ്റെ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ ഭയങ്കര ഡിലേ ആയിരുന്നു. ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ഞാൻ പിന്നെയും വന്ന് ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഉടമ്പടി റിന്യൂ ചെയ്യുന്ന സമയമായി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, റിന്യൂ ചെയ്ത് തിരിച്ചു പോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ വിസയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനും അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിക്കുകയും പെട്ടെന്ന് തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനായിട്ട് കിട്ടുകയും ചെയ്തു, ഉടമ്പടി പുതുക്കാൻ്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഉടമ്പടി എൻ്റെ കയ്യിൽ പത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നോർക്കയിലാണ് അറ്റസ്റ്റേഷൻ കൊടുക്കുക. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ അവിടെയൊക്കെ ആയിട്ട് പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ചെയ്യണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ UAE ഫെബ്രുവരി കയറിപ്പോയപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ അവിടെ ഒരു വീട് തന്നെയാണ് ഒരുക്കിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ ബന്ധുക്കളും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവരുടെ വീട്ടിലാണ്. എനിക്ക് പുറത്ത് താമസിക്കേണ്ടതായിട്ടോ അതിൻ്റെ പൈസ ചിലവോ ഫുഡോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. അതുപോലെ റെസ്യൂമ് ഡ്രോപ്പ് ചെയ്യാനും എല്ലാത്തിനും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എനിക്കൊരു നല്ല സ്ഥലം എനിക്ക് മാതാവ് ഒരുക്കി തന്നു. പള്ളി കുറച്ച് ദൂരെയാണെങ്കിലും ആഴ്ചയിൽ 2 ദിവസം ഞാൻ എങ്ങനെയെങ്കിലും മെട്രോ വഴി എങ്ങനെയെങ്കിലും പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ അത് കയറി ഫെബ്രുവരി പോയി. മെയ് 15 ജോലി കിട്ടി. 15 എന്നുള്ള ഡേറ്റ് ഞാനും പപ്പയും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ഡേറ്റിൽ എനിക്കൊരു സ്കൂളിൽ ജോലി ലഭിച്ചു. റാസൽ കൈമയിലാണ് ജോലി ലഭിച്ചത്. ആ സ്കൂളിൽ മാതാവ് തന്ന ജോലിയാണല്ലോ. 15 കയറി. അപ്പോൾ നന്നായിട്ട് തന്നെ തുടങ്ങി. അവിടെ അക്കോമഡേഷനൊക്കെ അവർ സ്കൂൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ എനിക്കവിടെ തുടരാൻ സാധിച്ചില്ല. കാരണം അവിടുത്തെ കൊളീഗ്സും പിന്നെ വർക്ക് പ്രഷർ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പക്ഷേ പിടിച്ചു നിന്നു. കാരണം മാധവ് തന്ന ജോലിയാണല്ലോ, പിടിച്ചു നിന്നു. പക്ഷേ അതൊരു ഇന്ത്യൻ സ്കൂളായിരുന്നു ആദ്യം കിട്ടിയത്. അപ്പം ഞാൻ ആലോചിച്ചു, എന്തിനാണ് എന്നെക്കൊണ്ട് IELTS ഇതൊക്കെ എഴുതിച്ചത് ഒരു ഇന്ത്യൻ സ്കൂൾ പഠിപ്പിക്കാനായിട്ട് എന്നുള്ളത്. ഇന്ത്യൻ സ്കൂൾ IELTS ഒന്നും ആവശ്യമില്ല. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ മാക്സിമം നോക്കി പിടിച്ചിരിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ വെക്കേഷനായപ്പോൾ ഇങ്ങോട്ട് പോന്നു. ജൂലൈ ആഗസ്റ്റ് ആയപ്പോൾ തിരിച്ചു പോന്നിട്ട് ഞാൻ അങ്ങനെ എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെയും വന്നു, ഉടമ്പടി പുതുക്കി അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി അച്ഛൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു കോമൺ ആയിട്ട് 44 ദിവസത്തിനുള്ളിൽ എന്ത് വിഷയമായാലും ഇവിടുന്ന് പരിഹാരം ഉണ്ടാവുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടാണ് വിട്ടത്. രണ്ടാമത് ഞാൻ കയറിപ്പോയി. ഓണത്തിൻ്റെ തലേന്ന് കയറിപ്പോയി. സെപ്റ്റംബർ 4 പോയി. തിരിച്ചു പോയി. അവിടെ എത്തിയപ്പോൾ എനിക്ക് സെപ്റ്റംബർ 6 ഞായറാഴ്ച എനിക്കൊരു സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ ലഭിക്കുകയാണ്. അതെൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന സ്കൂളാണ്. അവളവിടെ ഇതിന് മുന്നേ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടാനായിട്ട്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. പെട്ടെന്നൊരു എമർജൻസി വേക്കൻസി വന്നിട്ട് എന്നെ പെട്ടെന്ന് സൺഡേ ഇൻ്റർവ്യൂ എടുക്കുകയാണ്. ഒരു ചാൻസും ഇല്ല സൺഡേ ഇൻ്റർവ്യൂ നടത്താനായിട്ട്. സ്കൂൾ വർക്കിംഗ് അല്ല. പക്ഷെ എന്നെ ഹെഡ് ആളുടെ വീട്ടിലിരുന്നിട്ടാണ് എന്നെ ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തി. വേറെ ഡെമോ ക്ലാസ് ഒന്നുമില്ല, ഡയറക്റ്റ് ഇൻ്റർവ്യൂ. അതുപോലെ റിക്രൂട്ട്മെൻറ്റ്. അത് ബ്രിട്ടീഷ് സ്കൂള് IELTS ഉള്ളതുകൊണ്ടും മുമ്പ് UAE വർക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ടും മാത്രം എനിക്ക് അവിടെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടി. അതും 15 തന്നെ ജോയിനിങ്. മാതാവിൻ്റെ തിരുനാൾ ദിവസം സെപ്റ്റംബർ 8 എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. 8 വരെ ഞാൻ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റൂമിലെ ബോർഡും ഞാൻ എഴുതിയിട്ടാണ് പോയത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് സെപ്റ്റംബർ 8. ഇപ്പോഴത് അവിടെ കിടക്കുന്നത് എൻ്റെ റൂമിൽ. അപ്പോൾ 8 എനിക്ക് എന്തെങ്കിലും അത്ഭുതം തരുന്നു എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടത് പോയത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം വിസ റിന്യൂ ചെയ്യാനായിട്ട് ഒമാൻ വരെ പോയിരുന്നു ഗ്യാപ്പിൽ. അപ്പോൾ ഒറ്റയ്ക്കാണ് പോയത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ കൊന്ത ചെല്ലാൻ അത്യാവശ്യം മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ കൊന്തയൊക്കെ ചൊല്ലി ഉടമ്പടി എടുത്തതിന് ശേഷം കൊന്ത ചെല്ലാൻ തുടങ്ങി. ഒമാനെ പോയി തിരിച്ച് വന്ന് ഞാൻ മാത്രമാണ് അന്ന് തിരിച്ചു വന്നത്. കാരണം അന്ന് അവിടെ പോയി വിസ റിന്യൂ ആയാലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. UAE വിസ കിട്ടണം. എനിക്ക് മാത്രമാണ് അന്ന് വൈകുന്നേരത്തിനുള്ളിൽ, രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റി. അതും എൻ്റെ കൂടെ മാതാവും ഈശോയും ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ്, അല്ലാണ്ട് എനിക്ക് പറ്റില്ല. എൻ്റെ കൂടെ പോയി ആരും അതുവരെ തിരിച്ചു വന്നിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് വരാൻ പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ വിശേഷ വിധിയായിട്ട് അച്ഛൻ എന്താ ചെയ്തതെന്നുള്ളത് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് UAE ഫസ്റ്റ് പോയ സമയത്ത് പത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു താങ്ക് യു കാർഡ് കയ്യിൽ വെക്കും. താങ്ക് യു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന ആൾക്കാരുണ്ടാവും. അതായത് പൈസ കൊടുത്തിട്ടല്ലാണ്ട് ആൾക്കാർ നമുക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്തു തരുമല്ലോ. എന്തെങ്കിലും ഹെൽപ്പ്, വഴി, ഡയറക്ഷൻ പറഞ്ഞു തരിക. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് റെസ്യൂം ഡ്രോപ്പ് ചെയ്യാനൊക്കെ ചിലപ്പോൾ പോവാറ്.
അപ്പോൾ അവർക്കൊക്കെ താങ്ക് യു കാർഡ് കൊടുക്കും. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു എന്ന് പുറത്ത് എഴുതിയിട്ടുണ്ടാവും, ഉള്ളിൽ ഒരു ദൈവവചനം എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു താങ്ക് യു കാർഡ് ഞാൻ ഇപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. അപ്പോൾ ആരെങ്കിലും എനിക്ക് ഈശോ വിട്ട ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവർക്ക് താങ്ക് യു കാർഡ് കൊടുക്കും. അതാണ് അവിടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിരുന്നത്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം രണ്ടാമത്തെ വെക്കേഷന് വന്നപ്പോൾ ഇവിടെ ഒരു പീസ് ഹോം ഉണ്ട്. വയ്യാത്ത ആൾക്കാർ, കിടപ്പ് രോഗികൾ, അവർക്ക് ഫുഡ് കൊടുക്കാനും അവരുടെ കാര്യങ്ങൾക്കും അവർക്ക് പത്രം വായിക്കാനും അങ്ങനെ ലോഗോസ് ക്യൂസിന് അവരെ പഠിപ്പിക്കാനൊക്കെ ഒരു ടീച്ചറായിട്ട് എനിക്ക് അവിടെ പറ്റിയിട്ടുണ്ട്. എനിക്ക് 2 മാസത്തോളം. അതുപോലെ തന്നെ വയ്യാത്തൊരാരായാലും കേട്ടാൽ ഞാനും അമ്മയും, എൻ്റെ കൂടെ അമ്മ ഉണ്ടാവും, സന്ദർശിക്കാനും അവർക്ക് പറ്റണ പോലെ സാമ്പത്തികമായിട്ട് സഹായിക്കാനും. പിന്നെ എന്നെ കൊണ്ട് പറ്റണ വേറെ കാര്യങ്ങൾ, ജോലിക്ക് എൻ്റെ പോലെ തന്നെ ട്രൈ ചെയ്യണ എൻ്റെ ഫ്രണ്ട്സും ബാക്കി ആൾക്കാരുണ്ട്. ആര് മെസ്സേജ് അയച്ചാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. കാരണം എനിക്ക് ജോലി കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയണമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഉടമ്പടി ധ്യാനം ജോലി കിട്ടിയതിന് ശേഷം ചൊവ്വാഴ്ചകൾ കൂടാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥന കൂടിയിട്ടാണ് ശനിയാഴ്ച ഫുഡ് കഴിക്കലും ബാക്കി അന്ന് പള്ളിയിൽ പോകലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോഴും ഉടമ്പടിയിൽ തുടരാനും ഇനിയും സാക്ഷിയാക്കാനും മാതാവ് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് എൻ്റെ ഇത് വിശ്വസിക്കുന്നു. മാതാവ് കാരണമാണ് എനിക്ക് ജോലി കിട്ടിയതെന്ന്. ഒരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല. കാരണം എനിക്ക് അതിന് മുന്നൊരു ഇതുണ്ടായിരുന്നു, MSc വഴി കഴിഞ്ഞതാണ്, BEd കഴിഞ്ഞതാണ്, IELTS ഉണ്ട്, എല്ലാം ഉണ്ട്, കിട്ടും എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് 3ാമത്തെ റിന്യൂവലാണ് എനിക്ക് ജോലി ശരിക്കും സ്ഥിരമായി വിസ അടിച്ച് കിട്ടിയത്. അപ്പോൾ അത് എനിക്ക് മാതാവിൻ്റെ ദിവസം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഒരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ബട്ട് ബൈ ഗ്രേസ്. താങ്ക് യു ജീസസ്, താങ്ക് യു മദർ മേരി. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ മഹത്വം. എൻ്റെ പേര് എലിസബത്ത് സാബിയോ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം സഫലമായത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഇതെൻ്റെ മകളാണ് സിയ സാവിയോ. മോള് 3.5 വർഷമായി ജർമ്മനിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പഠിച്ച് ഒരു 2 വർഷം ആയപ്പം മുതൽ എല്ലാവരും ചോദിച്ചു തുടങ്ങി, മോള് പോകാറായില്ലേ. ആ ചോദ്യം കേട്ട് മടുത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത അവസ്ഥ വരെ ആയി. അങ്ങനെ ഇരിക്കെ ഞങ്ങളൊരു ഏജൻറ്റിൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉൾപ്പെടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് ഏൽപ്പിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുശേഷം ഏറെക്കുറെ 1 വർഷത്തിന് ശേഷം അവർ ഒരു ഇൻ്റർവ്യൂ നടത്തി, ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തി, അതിലവൾ പാസ്സായി. അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷ കൂടുതലായി. പിന്നീട് അതിനെക്കുറിച്ച് ഒരു അറിയിപ്പുമില്ല, അതങ്ങനെ സ്റ്റക്കായി അവിടെ നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒത്തിരി വിഷമിച്ചു. കാരണം ആൾക്കാരെല്ലാം പുറത്തുനിന്ന് ചോദ്യം തുടങ്ങി, ഈ കുഞ്ഞിനെ ഇവിടെ പഠിപ്പിച്ചുകൂടായിരുന്നോ, ഇപ്പോൾ പഠിച്ച് പാസ്സാവില്ലായിരുന്നോ, അങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം നേരിട്ട് ഞങ്ങൾ ഉത്തരം പറഞ്ഞ് മടുത്ത അവസ്ഥയിലായി. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ചേച്ചി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിനൊരു ഉത്തരം കിട്ടും. അങ്ങനെ ഞങ്ങൾ ആ ഒരു വാക്കിൽ അങ്ങ് വിശ്വസിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ കൊടുത്ത ഏജൻറ്റ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇനി എന്നെക്കൊണ്ട് നോക്കിയാൽ നടക്കൂല, നിങ്ങളുടെ പൈസ ഞാൻ തിരിച്ചിടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എനിക്കെൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ പ്രാർത്ഥനയല്ല, ദൈവത്തിൻ്റെ പദ്ധതി എന്തോ നടപ്പാകാൻ പോകുന്നു എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ മോളുടെ ഒരു കൂട്ടുകാരി ജർമ്മനിയിലുണ്ട്, പ്രിയ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, സിയ കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യവും ഞാനിവിടെ ചെയ്യുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയോടുകൂടി വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഇരിക്കെ ഇവൾക്ക് അവിടെ അപേക്ഷ വെച്ചു, കോൺട്രാക്റ്റ് അവർ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് അവർ പോസ്റ്റിലിട്ടതിന് ശേഷം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് പോസ്റ്റിൽ വരുമെന്നുള്ള വിശ്വാസത്താൽ വിസയ്ക്ക് ഡേറ്റ് എടുത്തു നവംബർ 24-ാം തീയതി. നവംബർ 24-ാം തീയതി രാവിലെ മെയിൽ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. 2:30-ക്കാണ് വിസയ്ക്ക് നമുക്ക് സമയം തന്നേക്കുന്നത്. പക്ഷേ അന്നും വന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഇന്ന് പോകണം, നമുക്ക് ഡേറ്റ് അങ്ങ് നീട്ടിയെടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് നോക്കാം, അവിടെ ചെന്ന് നോക്കിയിട്ട് അവർ പറയുന്നത് പോലെ ചെയ്യാം. അപ്പം മോളുടെ കയ്യിൽ ഞാൻ നെറ്റിയിൽ തൈലം കുരിശ് വരച്ചു. അവൾ കൊണ്ടുപോകുന്ന ഫയലിലും ഞാൻ തൈലം പുരട്ടി. കാശുരൂപം ഞാൻ അവളുടെ പേഴ്സിലിട്ട് കൊടുത്തു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, കാശുരൂപം വല്ലയിടത്തും പോവുമോ, കാണാതെ പോയെങ്കിലോ? ഞാൻ പറഞ്ഞു, ഇല്ല, എങ്ങും പോവില്ല, അത് അതിനകത്ത് കടന്നോട്ടെ. ഞാൻ ഇവൾക്ക് എന്താവശ്യം വന്നാലും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോൺട്രാക്റ്റ് ഇല്ലാതെ വിസയ്ക്ക് പോയ എൻ്റെ മോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു,
ഒരു പേപ്പർ കുറവുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു ഏത് പേപ്പറാണ് കുറവുള്ളത്? അവൾ പറഞ്ഞു കോൺട്രാക്റ്റ് ഇല്ല. കോൺട്രാക്റ്റ് ഇല്ലാതെയാണോ വിസയ്ക്ക് വന്നതെന്ന് ചോദിച്ചു അവരോട്. അപ്പോൾ അവൾ പറഞ്ഞു അവർ പോസ്റ്റിൽ അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ, അവർ കിട്ടുമ്പോൾ ഞാൻ അതുമായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, കോൺട്രാക്റ്റ് ഇല്ലാതെ ഒരു കാരണവശാലും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തൊട്ടടുത്ത വാചകം അവർ പറഞ്ഞു അവരോട് മെയിലിട്ട് തരാമോ എന്ന് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഇവിടുന്ന് പ്രിൻ്റ് എടുത്ത് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വിസയ്ക്ക് വയ്ക്കാം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. മോളവിടെ മെയിലിട്ടു, അവർക്ക് വേണ്ടി മെയിലിട്ട് ചോദിച്ചപ്പോൾ അവർക്ക് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഈ ഇവരുടെ കൂട്ടുകാരി പ്രിയേനെ തന്നെ, ആ കുട്ടി ക്ലാസ്സിലായിരുന്നു, ആ ക്ലാസ്സിൽ നിന്ന് ആ കുട്ടി പുറത്തിറങ്ങി വന്ന് ഇവരെ വിളിച്ച് മെയിലിട്ട് കൊടുത്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ആ കൂടെ അറ്റാച്ച് ചെയ്ത് വിസയ്ക്ക് വെച്ചു. 20 വർക്കിംഗ് ഡേയ്സാണ് അവർ പറഞ്ഞത് പാസ്പോർട്ട് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഉടമ്പടി പുതുക്കാറായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ മോളെന്നോട് പറഞ്ഞു ഞാൻ ഉടമ്പടി പുതുക്കാൻ പോകും, എൻ്റെ ഒരു കൂട്ടുകാരി പോകുന്നുണ്ട്, ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നവംബർ 24-ാം തീയതി വിസയ്ക്ക് വെച്ചു. ഡിസംബർ 15-ാം തീയതി മോള് ഉടമ്പടി പുതുക്കാൻ വന്നു. ഞാൻ പറഞ്ഞു നിൻ്റെ വിസ വരും, അന്നേരം ഞാൻ സാക്ഷ്യം പറയുകയും ഉടമ്പടി പുതുക്കുകയും ചെയ്യുന്നേ ഉള്ളൂ, അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ വന്ന് 15-ാം തീയതി ഉടമ്പടി പുതുക്കി 1:30 ആയപ്പം ഇവൾ പുറത്തേക്ക് ഇറങ്ങി ഫോൺ ഓണാക്കിയപ്പം ആദ്യത്തെ ബെല്ല് വന്നു, പാസ്പോർട്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് വന്ന് ഇവള് വേഗം അവിടെ ചെന്ന് കൂട്ടുകാരിയും കൂടെ പോയി ചെന്ന് നോക്കിയപ്പോൾ വിസ അടിച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ ആകാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു വിസയായിരുന്നു. കാരണം മെയിലിൽ ജർമ്മൻ ഭാഷയിൽ വന്ന ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് ചെയ്യണമായിരുന്നു. ഇവർക്ക് 2:30 സമയം കൊടുത്തത് കൊണ്ട് ഇവളുടേതും കൂടെ മേടിച്ചിട്ട് വേണമായിരുന്നു അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട്. അത് കാരണം ഇവൾക്ക് തോന്നിയ അവളുടെ ബുദ്ധിയിൽ തോന്നിയതുപോലെയാണ് ഫോം ഫില്ല് ചെയ്ത് വിസയ്ക്ക് വച്ചത്. അപ്പോൾ അവൾ എന്നോട് കൂടെ പറയും റിജക്ഷൻ ഒരുപാട് സാധ്യതയുണ്ട്, കിട്ടുമല്ലോ എന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ വേണ്ട, നമുക്കല്ലെങ്കിൽ വേറൊരു പദ്ധതി ദൈവം കരുതിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് മോക്ക് വിസ വന്നു, ടിക്കറ്റ് എടുത്തു. 23-ാം തീയതി അവൾ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തേക്കാണ്. ടിക്കറ്റ് എടുക്കുന്ന നേരത്ത് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ടിക്കറ്റ് എടുക്കുന്ന ദിവസം മോൾക്ക് അവിടെ ചെല്ലുമ്പം ഒന്ന് സഹായിക്കാനോ കൂടെ വിളിക്കാനോ ഒരാളെ കിട്ടാതെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പോൾ 15-ാം തീയതി കിട്ടിയിട്ടും 16, 17, 18 ആയിട്ടും ടിക്കറ്റ് എടുക്കാൻ പറ്റാതെ കൊണ്ട് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് വചനം പ്രസംഗം കേട്ട സമയത്ത് അതിനകത്ത് പറഞ്ഞു നിങ്ങൾ ഏത് വിഷയത്തിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നോ അതിൻ്റെ ബുദ്ധിമുട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മുന്നുമായിട്ട് നിങ്ങൾക്കത് പരിഹരിച്ച് കിട്ടുമെന്നൊരു വചനം അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. ഉച്ചയായപ്പോഴേക്കും മോളുടെ ഒരു കൂട്ടുകാരിയും വന്ന് അവളെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചോളാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾക്ക് വേണ്ടി ഒരു കോടാനുകോടി അനുഗ്രഹം ചെയ്ത മാതാവിനും ദൈവത്തിനും മഹത്വവും നന്ദിയും അറിയിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി എടുത്തതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിനായി എങ്ങും അന്വേഷിച്ച് പോകാതെ തന്നെ എൻ്റെ മുന്നിൽ ആവശ്യമുള്ളവർ എത്തിപ്പെടാറുണ്ട്. സാമ്പത്തികമായിട്ടും എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ മുന്നിൽ വന്ന് എനിക്കൊരു പരിചയമില്ലാത്ത പലരും എൻ്റെ മുന്നിൽ വന്ന് സഹായം മറ്റുള്ളവരോട് ചോദിക്കുന്നത് കേട്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ ഒരുപാട് സമയം വായിക്കാനുള്ളൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഉടമ്പടി ഇതുപോലെ തന്നെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും ആത്മീയമായിട്ട് അതായത് പള്ളിയിലും പോകാനും മോൾക്ക് പ്രത്യേകിച്ച് എല്ലാ ദിവസവും തന്നെ മുടങ്ങാതെ പള്ളിയിൽ പോകാനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കുമെന്നും പറഞ്ഞ് പള്ളിയിൽ പോലും പോകാതിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം മുടങ്ങാതെ പള്ളിയിൽ പോയി അവൾ കുർബാനയിൽ സംബന്ധിക്കുകയും കുർബാന സ്വീകരിക്കുകയും വേദപാഠം പഠിപ്പിക്കാൻ പോവുകയും അങ്ങനെ ഒരുപാട് ഉയർച്ചകൾ ദൈവം വാരിക്കോരി ഞങ്ങൾക്ക് തന്നു. കോടാനുകോടി അനുഗ്രഹം തന്ന ദൈവത്തിന് മഹത്വവും നന്ദിയും ഈ സമയം ഞാൻ അർപ്പിക്കുന്നു. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജോഷ്വ. ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എനിക്കങ്ങനെ കൃപാസനൊന്നും അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു വിശ്വാസിയായിരുന്നു, എന്നാൽ എനിക്ക് മാതാവിനോടും വിശ്വാസം ഉണ്ടായിരുന്നു. കൃപാസനത്തിനോട് അങ്ങനെ പ്രത്യേകിച്ചൊരു വിശ്വാസം ഇല്ലായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര ഉടമ്പടി എടുക്കുകയും കൃപാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലോടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അമ്മയും ചേട്ടനും എൻ്റെ വല്യമ്മയും എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരുന്നായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ എന്നോട് ഒരുപാട് കാര്യം ഇതും പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതിനോട് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. കൃപാസനത്തിൽ വന്ന് പ്രത്യേകം ഒരു പ്രാർത്ഥന അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ ഒരു ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു.
ഞാൻ 2024 അവിടെ തൊട്ടാണ് എൻ്റെ മാതാവ് അനുഗ്രഹിച്ച് തുടങ്ങിയത്. 2024 B2 എക്സാം എനിക്ക് ഒരു ടൈലും കൂടെ കിട്ടാനുണ്ടായിരുന്നു, B2 സ്പീക്കിംഗ് കൂടെ കിട്ടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ തിരുവനന്തപുരത്താണ് എക്സാം എഴുതാൻ പോയത്. ഞാൻ എക്സാമിനായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. 45 അധികം ടോപ്പിക്കും പഠിച്ച് എന്ത് വന്നാലും പാസ്സാകും എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് എക്സാം എഴുതാൻ പോയപ്പം ഞാൻ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ടോപ്പിക്ക് കാണുന്നത് തന്നെ. ഞാൻ ആകപ്പാടെ പേടിച്ച്, അത്രയും നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ കോൺഫിഡൻറ്റും ഒറ്റ മിനിറ്റിൽ എൻ്റെ ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഞാൻ എൻ്റെ പോക്കറ്റ് കൈയിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ പോക്കറ്റിലൊരു കൃപാസനത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഉപ്പ് കൈ പിടിച്ച് ഇരുന്ന് എൻ്റെ മനസ്സിൽ അപ്പം തോന്നിയ ഓരോ പോയിൻ്റ് ഞാൻ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് എക്സാമിനേഴ്സൊക്കെ അത്യാവശ്യം ഭയങ്കര ടഫാണ്, അവർ നമ്മളോട് അങ്ങനെ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്ന, അവർ നമ്മളങ്ങനെ ജയിപ്പിച്ച് വിടാൻ ചാൻസ് കുറവാണ്, എല്ലാ പേടിയും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് പിന്നെ അവിടെ കണ്ടത് അവർ വന്ന് എൻ്റെ പേര് വിളിച്ച് എന്നെ കൈ പിടിച്ച് എന്നെ അവിടെ കൊണ്ടുപോയി എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാൻ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെ ഞാൻ എൻ്റെ മനസ്സിൽ വന്നതെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം എഴുതി പുറത്തിറങ്ങി കഴിഞ്ഞോടെ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എക്സാം ഞാൻ എന്തായാലും പാസ്സാവുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ ആ ഒരു 2-3 ദിവസം എനിക്ക് കൃപാസനം അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്തു, നിനക്ക് അപ്പം പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ 1.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അപ്പം പിന്നെ സെപ്റ്റംബർ ഇൻടേക്ക്, ആ വർഷം തന്നെ സെപ്റ്റംബർ ഇൻടേക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഒരു ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അവർ ത്രൂ എല്ലാം എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർക്ക് സബ്മിറ്റ് ചെയ്തു. അവർ ത്രൂ ഞാൻ പോകാൻ വേണ്ടി നോക്കി. പക്ഷേ ആ 2 മാസം ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞു, എന്നാൽ മാർച്ച് ഇൻടേക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വഴി ഞാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, എന്തായാലും നീ പോകുക, നീ ഉടമ്പടി എടുക്കാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ജനുവരി 2-ാം തീയതി 2025 ഈ വർഷം ജനുവരി 2-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ ആ ജനുവരി മാസം എല്ലാം ഞാൻ അടിപൊളിയായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് സഹായങ്ങളും ചെയ്ത് പോകുമായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഇൻ്റർവ്യൂ വന്നു, ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരു തോന്നലാണ്, ഇവർ വഴി പോകണ്ട എന്നൊരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതുവരെ ഞാൻ കണ്ടുപിടിച്ച ഒരു ഏജൻസി, ഞാൻ തന്നെ പോയ ഒരു ഏജൻസി, എല്ലാം ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. പക്ഷേ എനിക്ക് അവർ വഴി പോകണ്ടെന്നൊരു തോന്നല പെട്ടെന്നൊരു മൊമെൻറ്റിൽ എൻ്റെ മൈൻഡിൽ വന്നു. ഞാൻ അവർ വഴി പോകണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ എൻ്റെ വീട്ടിലും പറഞ്ഞു. വീട്ടുകാരൊക്കെ ആദ്യം എതിർപ്പായിരുന്നു, എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നൽ വന്നു. എൻ്റെ മൈൻഡിൽ എന്താ തോന്നുന്നത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് ആ ഏജൻസി വഴി കയറിപ്പോയ 2 പിള്ളേരെ ജർമ്മനിയിൽ നിന്ന് ഡീപ്പോർട്ടാക്കി വിട്ടെന്ന് അറിഞ്ഞത്. കയറിപ്പോകാഞ്ഞതിൽ 1000 നന്ദി ഞാൻ അമ്മമാതാവിനോട് പറയുകയാണ്. അത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഉള്ളത് സെപ്റ്റംബർ ഇൻടേക്ക് ഓപ്ഷനാണ്. ഞാൻ സെപ്റ്റംബർ ഇൻടേക്ക് ഓപ്ഷനാണ്. അപ്പം എനിക്ക് എന്താ പറയുക, കുറേയൊക്കെ ആയി കഴിയുമ്പോൾ എൻ്റെ ഈ ഉടമ്പടിയോടുള്ള ഇതെല്ലാം പോയി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ സെപ്റ്റംബർ ഇൻടേക്ക് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു മാമിന് പരിചയമുള്ള ഒരാൾ വഴി പോകാൻ തീരുമാനിച്ചു. അവരും എല്ലാം നടത്തി അവസാനമായപ്പോൾ അവർ പറഞ്ഞു പോകാൻ പറ്റുന്നില്ല, വിസ കിട്ടുന്നതിൽ ഡിലേ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാം തീർന്നു. എൻ്റെ വിശ്വാസമല്ല, എൻ്റെ പ്രതീക്ഷ എല്ലാം തീർന്നു. അതുവരെ ഞാൻ അമ്മയോട് കൃപാസനത്തിൽ പോകാം, അല്ലാതെ ഇങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ വല്ലപ്പോഴും അമ്മ നിർബന്ധിച്ചാൽ മാത്രം കൃപാസനത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ എന്നെയും വിളിച്ചുകൊണ്ട് വന്നു. ഞാനും അമ്മയും കൂടെ ഇവിടെ 1-2 മണിക്കൂർ ഇവിടെ നിന്ന് കരഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, ഞങ്ങൾ വേറൊരു ഏജൻസി കൊടുത്തിട്ടുണ്ട്, ഞാൻ വേറൊരു ഏജൻസി കൊടുത്തു. അപ്പം അവർ വലിയ പ്രതീക്ഷയൊന്നും തരുന്നില്ല, അവർ ഇപ്പം ഡിലേ ആയി, ഇനി പോകാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എക്സാം പാസ്സായിട്ട് 1 വർഷത്തോളം ആകാറായി. അപ്പം അവർക്കും വലിയ ആ ചൂടൊക്കെ പോയി, കൊണ്ടുപോകാമെന്നുള്ളതൊക്കെ മാറി. അത് കഴിഞ്ഞപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലസ് മേടിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ പോകാം. ഞാനും അമ്മയും കൂടെ രാവിലെ ഇവിടെ ഒരു 9 മണി 8 മണി ആ ടൈമിൽ ഇവിടെ വന്നു. ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു. ഞാൻ ഓഫീസിനകം വരെ കയറി. അപ്പോൾ അവർ പറഞ്ഞു, കാണാൻ പറ്റത്തില്ല, എന്തോ പ്രോസസ്സിങ്ങിൻ്റെ എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഏജൻസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, നിൻ്റെ കാര്യം ഡിലേ ആയിട്ട് കിടക്കുക, അങ്ങനെയൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെയും ഞാൻ ഡൗൺ ആവുമായിരുന്നു. അത് കഴിഞ്ഞപ്പം നേരെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമ്മൾ ഇവിടം വരെ വന്നില്ലേ, അപ്പോൾ ഇവിടെ ഒരു ബ്ലെസ്സിങ് റൂമില്ലേ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞു, എന്നാൽ അച്ഛൻ്റെ ബ്ലസ് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പോയി ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം, ഞാൻ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് കരയുമായിരുന്നു. ഞാൻ അച്ഛനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഈ വർഷം തന്നെ ജർമ്മനിക്ക് പോകുമെന്ന് ഞാൻ നിന്നോട് പറയുന്നെന്ന് പറഞ്ഞു.
ഞാൻ അത് കഴിഞ്ഞ് പോയി, ഞാനും അമ്മയും കൂടെ ഇവിടെ ഞങ്ങൾക്കൊരു 15 മിനിറ്റ് മതി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ. ബൈക്ക് സ്കൂട്ടറിന് വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ വീട്ടിലോട്ട് എത്തുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് എൻ്റെ ഫോണിലൊരു മെസ്സേജ് ആദ്യം വന്ന മെസ്സേജ് എടുത്ത് നോക്കുമ്പം ഞാൻ പണ്ടെപ്പോഴോ ഒരു അച്ഛനെ വിളിച്ച് ജർമ്മനിയിലോട്ട് പോകുന്ന കാര്യത്തിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് അച്ഛനിപ്പോൾ ടൈമില്ല, ഡിലേ ആണ്, എല്ലാം അവിടെ ഇപ്പോൾ ആൾക്കാരെല്ലാം കൂടുതലാണ്, അങ്ങനെ കൊണ്ടുപോകുന്നില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ മെസ്സേജാണ്, അച്ഛൻ കൊണ്ടുപോകാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു അച്ഛൻ കൊണ്ടുപോയിക്കോളാം, ഇനി ഒന്നുകൊണ്ടും പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ്റെ മെസ്സേജ് വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി വന്ന് പുതുക്കി അച്ഛൻ വഴി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ അപ്പം എൻ്റെ വിസയ്ക്ക് ഞാൻ വിസയ്ക്ക് ഇത് കൊടുത്തു. എല്ലാം അച്ഛൻ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തു. മാതാവിൻ്റെ അടുത്ത് അത് ആ ഒരു ടൈമിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു. ഞാൻ വിസയ്ക്ക് കൊടുത്തു. വിസ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തു. ഒരു 1.5 മാസം കഴിഞ്ഞ് എൻ്റെ വിസ കിട്ടിയത്. ആ സമയത്തൊക്കെ എനിക്ക് ടെൻഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 1 വർഷമായി ജർമ്മൻ പാസ്സായിട്ട്. പൊതുവെ എല്ലാവരുടെയും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുക. വിസ ഇങ്ങനെ 1 വർഷം പാസ്സായതുകൊണ്ട് എല്ലാവർക്കും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുക 1 ഇയർ കഴിഞ്ഞവർക്കൊക്കെ. അപ്പോൾ ഞാൻ പേടിച്ച് പിടിച്ചു. ഞാൻ വീട്ടിൽ ഈ കാര്യം പറയുന്നില്ല, ഈ 1 വർഷത്തിൻ്റെ ഗ്യാപ്പിൻ്റെ കാര്യം പറയുന്നില്ല. ഞാനപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക. വിസ റിജക്റ്റ് ആകും എന്നുള്ള എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ വെച്ചു. റിജക്ഷനായി ഇനി വരാൻ പോകുന്ന, ഇത്രയും സമയം എടുത്തു, റിജക്ഷൻ വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്ന് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോഴും എനിക്ക് റിജക്ഷനാന്നുള്ളൊരു ഇതിലാണ് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ അപ്രൂവ് ആയി. ഞാൻ എന്നിട്ട് അമ്മയോടത് പറഞ്ഞു. ഞാനും അമ്മയും കൂടെ നേരെ കൃപാസനത്തിലോട്ടാണ് വന്നത് വിസയും കൊണ്ട്. എന്നിട്ട് ഞാൻ ഈ കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ജർമ്മനിക്ക് പോകുവാണെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പോകുവാന്ന് പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. എനിക്ക് എല്ലാവരുടെയും മുമ്പ് ഞാനൊരു തോറ്റവനെ പോലായിരുന്നു. എന്താ പറയുക, എനിക്ക് എപ്പോഴും വിഷമമായിരുന്നു. ആൾക്കാർ നോക്കി ഒന്ന് ചിരിക്കാൻ വരെ എനിക്ക് മടിയായിരുന്നു. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞില്ല. എൻ്റെ വീട്ടിലുള്ള എൻ്റെ 6 പേർക്കും, എൻ്റെ 3 ചേട്ടന്മാർക്കും, എൻ്റെ അച്ഛനമ്മ, എൻ്റെ വലിയമ്മ, ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ജർമ്മനിക്ക് പോകാൻ റെഡി ആവുക, പ്രിപ്പയർ ആവുക എന്നൊന്നും എൻ്റെ വീട്ടുകാർക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഞാൻ ഈ മാസം 28-ാം തീയതി ജർമ്മനിക്ക് പോവുക. ഇവിടെ വന്ന് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞിട്ട് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. ഈ സാക്ഷ്യം കഴിഞ്ഞ് ഞാൻ ഇനി എല്ലാവരോടും പറയാനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുക. എല്ലാവരോടും പറയണം, വിളിച്ചു പറയണം. ഞാൻ ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ മുമ്പിൽ. ഞാൻ ജർമ്മൻ പഠിച്ച് ഒരു 3 വർഷത്തോളം ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു. ജർമ്മനായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. ആ നിയോഗം എനിക്ക് നടത്തി കിട്ടി. രണ്ടാമത് ഞാൻ എഴുതിയത് എനിക്കൊരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നായിരുന്നു. ഞാൻ എൻ്റെ നിയോഗമായിട്ട് എഴുതി വെച്ച് സ്റ്റാർട്ടപ്പായിരുന്നു. അത് എനിക്ക് ജനുവരി ഉടമ്പടി എടുത്തു. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. എനിക്ക് സെൽഫായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങി ഞാൻ. അതോടെ അതായിരുന്നു എൻ്റെ 2ാമത്തെ നിയോഗം. ഞാൻ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ ആരോടും പറയത്തില്ല, വീട്ടുകാരോടും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പൈസ കൊണ്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ ഈ പ്രായമുള്ളവർക്കൊന്നും വിശ്വാസമില്ല. പൊതുവേ എനിക്കും വിശ്വാസമില്ലായിരുന്നു കൃപാസനത്തിലൂടെ. എന്താ പറയുക, ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരും എൻ്റെ കൂടെ കൃപാസനത്തിൽ വരുന്നുണ്ട് ചില ടൈമിലൊക്കെ. അവർക്കും വിശ്വാസമായി. ഓരോരുത്തരോടും ഞാനിങ്ങനെ പറയും. ഞാൻ കാണുന്നവരോടൊക്കെ പറയും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടേ നിങ്ങളൊന്ന് കൃപാസനത്തിൽ ചെല്ല്, ഉടമ്പടി എടുക്ക്, നിങ്ങൾക്ക് അതിനുള്ള മാറ്റം കാണും. ഇനി ഞാൻ ഇതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഇതിലും വലിയ വിശ്വാസമൊന്നും ഇല്ല. എല്ലാവരും റിജക്റ്റ് ചെയ്ത ഒരാളായിരുന്നു ഞാനിപ്പോൾ പോവാ, ജർമ്മനിക്ക് പോവാ 28-ാം തീയതി രാവിലെ. ഞാൻ ജർമ്മനിക്ക് പോവാ 28-ാം തീയതി രാവിലെ. പിന്നെ എനിക്ക് ഈ പത്രമൊക്കെ കൊടുക്കാനൊക്കെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രം മേടിക്കും, അമ്മയുടെ കൊടുക്കും, അമ്മ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും. അമ്മ എല്ലാവർക്കും കൊണ്ട് കൊടുക്കും, എവിടെയെങ്കിലും അല്ല. അമ്മ ഭയങ്കര ഉടമ്പടി വിശ്വാസിയാണ്. അമ്മ ഇവിടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അമ്മ ഇതെല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെന്താ, ഞാൻ ഈ 2ാമത് അച്ഛൻ വിളിച്ചു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, എടാ ഇത് നീ തന്നെ ചെയ്, നീ ഇത്രയും നാൾ ഇങ്ങനെ നടന്നു, ഇനി നീ തന്നെ ചെയ്. അങ്ങനെ ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി, ആൾക്കാരെ സഹായിക്കാൻ തുടങ്ങി. പള്ളി ഞാൻ പോകുമായിരുന്നു. ഞാൻ ദൈവവിശ്വാസിയാണ്. എനിക്ക് കൃപാസനത്തിനോട് താല്പര്യം ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകും. ഞങ്ങളുടെ ഇടവകയിലെ യുവദീപ്തി വൈസ് പ്രസിഡൻ്റൊക്കെയാണ്. ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഇപ്പോഴും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. 1 മാസം കൂടുമ്പോൾ, 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല. 1 മാസം കൂടുമ്പോൾ ഞാൻ 1 മാസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നതാണ്. അമ്മമാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നത്. ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നത്. ഇത്രയും നാളും എൻ്റെ മുഖത്ത് ഈ ചിരിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നത്. അതാണ് പ്രൈസ് ദ ലോർഡ്. മാതാവ് പ്രതീക്ഷിച്ചപ്പെട്ട ഈ ആലയത്തിൽ എനിക്ക് വരാൻ കഴിഞ്ഞതും ഇവിടെ എൻ്റെ സാക്ഷ്യം കഴിഞ്ഞതിനുള്ള ഒരുപാട് നന്ദി. എൻ്റെ പേര് ജീൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജൂലൈ 8, 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എല്ലാവരും പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് പ്രതിസന്ധിയിൽ ആണ് ഇപ്പോൾ ആ ഫീൽഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2024 എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ജോബ് ഇമ്പാക്റ്റഡ് ആവുമെന്ന്.
അപ്പം ഞാൻ ആ ഒരു ഭയം മൂലവും പിന്നെ എനിക്കൊരു ജോബ് സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ജൂലൈ 8, 2024 ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ എനിക്ക് കൃപാസനത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, പിന്നെ അതേപോലെ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ഇതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടിയും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഉടമ്പടികൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ലൈഫിൽ എങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു. എൻ്റെ നിയോഗങ്ങൾ ഞാൻ അവിടെ എഴുതി. പക്ഷേ അച്ഛൻ ഇവിടെ പറയുമല്ലോ എപ്പോഴും, ദൈവം ആദ്യം ടോർപ്പിഡോ ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിലാണെന്ന്. അപ്പോൾ എൻ്റെ കേസിലും അത് തന്നെയാണ് നടന്നത്. എനിക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കഴിവ് അതേപോലെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് എൻ്റെ ജോലിക്ക് കുഴപ്പമൊന്നും വരത്തില്ലായിരിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഏറ്റവും ആദ്യം ദൈവം ടാർഗറ്റ് ചെയ്തത് എൻ്റെ ജോലിയിൽ തന്നെയാണ്. ഓഗസ്റ്റിലാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്, 2024. അപ്പോൾ എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡായി. കാരണം ഞാൻ എൻ്റെ ഫാമിലിയിൽ മറ്റേ ആൾക്കാരുടെയൊക്കെ ഉടമ്പടികൾ നന്നായിട്ട് പോകുമ്പോൾ എൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. കാരണം ഞാൻ ഉടമ്പടി എടുത്തു മറ്റുള്ളവരെ പോലെ, എൻ്റെ ഫാമിലിയിൽ മറ്റേ ആൾക്കാരെ പോലെ. പക്ഷെ അവരുടെ കാര്യം നടക്കുകയും എന്നാൽ ഓൺലൈൻ ഉടമ്പടി, എന്നാൽ എൻ്റെ ലൈഫിൽ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, ഇനി ഞാൻ ഈ ഉടമ്പടി തുടരണോ? കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എൻ്റെ ജോബ് സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ. പക്ഷേ അത് നടന്നില്ല. എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ ഉടമ്പടിയിലുമാണ്. അപ്പം ഇത് തുടരണമെന്ന് ഞാൻ ഇങ്ങനെ ഒക്കെ ആലോചിച്ചു. അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലെ യൂട്യൂബ് ധ്യാനങ്ങളൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ ലൈഫിൽ പാസ്റ്റിൽ ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ ഓർക്കുന്നുണ്ട് പത്രോസിൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയണതും, എങ്ങനെയാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രോസിനെ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ അച്ഛൻ അന്ന് പറയണതൊക്കെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലും പല പ്രാവശ്യവും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സമയത്തൊക്കെ ദൈവം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ ദൈവത്തിനൊരു പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് കാണുന്ന പോലെ കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ദൈവത്തിൻ്റെ ഇടപെടലിന് അതിൻ്റേതായ ചില സമയങ്ങളുണ്ട്. ഞാൻ ആ ഒരു പ്രതീക്ഷയോടെ, ആ ഒരു വിശ്വാസത്തോടെ എൻ്റെ ഉടമ്പടി അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. എൻ്റെ മുൻപിൽ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ കാർ ലോൺ, ഹോം ലോൺ, ഇതൊക്കെ ആയിരുന്നു. കാരണം ജോലി നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ അതോടെ അങ്ങ് നഷ്ടപ്പെടുകയും, ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും 2 പേരുടെ ശമ്പളം വേണം, അല്ലെങ്കിൽ ഒരാളുടെ ആയിട്ട് മാത്രം നമുക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫ്യൂച്ചർ എന്ന് വെച്ചാൽ, എനിക്ക് ജോലി പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ വണ്ടി പോവും, വീട് പോവും, അങ്ങനത്തെ ഒരു സാഹചര്യം വരും. കാരണം എൻ്റെ ഫ്രണ്ടിൽ വേറെ ഒരു മാർഗ്ഗവുമില്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഞാൻ കുറേ ജോബിന് വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ നമുക്കറിയാം ഒരുപാട് പേരുടെ ജോലി ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റഡായി. അത്ഭുതം എന്ന് പറയട്ടെ, ആ സമയത്ത് ഞങ്ങൾക്കൊരു ഫാമിലി ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അത് അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന് മെച്യൂരിറ്റി ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ട് വരെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു പുതിയൊരു സ്കീം വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് അതിനകത്ത് കുറച്ച് ആൾക്കാരെയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് എക്സിസ്റ്റിംഗ് സ്കീമിലുള്ള ആൾക്കാരെ അത് വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്യാം, എന്നിട്ട് ആ എമൗണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യമല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അത് നമുക്കത് വലിയൊരു രക്ഷയായിട്ട് മാറിത്തീർന്നു. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, അത് മാതാവിൻ്റെ ഇടപെടലോടെ മാത്രമാണ് അങ്ങനെ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത് നടക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ആ എമൗണ്ട് കിട്ടുകയും അതോടെ കാർ ലോൺ കംപ്ലീറ്റ്ലി അതോടെ അങ്ങ് നമ്മൾ ക്ലിയർ ഓഫ് ചെയ്യുകയും ചെയ്തു. പിന്നെ നമുക്കറിയാം ലോൺ എമൗണ്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നമ്മുടെ സ്വന്തമാണെന്ന്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ വേറെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഈ ഹോം ലോണിൻ്റെ കാര്യത്തിൽ. കാരണം ഹോം ലോൺ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലിയൊരു എമൗണ്ടാണ്. അതിപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാമല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു വേറൊരു ഫ്ലാറ്റും ഉണ്ടായിരുന്നു. അത് കുറേ നാളായിട്ട്, വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നതാണ് സെയിലിന് വേണ്ടി. അവിടെ നമുക്കൊന്നും കിട്ടിയൊന്നുമില്ല, ബയറിനെ ഒന്നും. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടിയുടെ ടൈമിൽ തന്നെ മാതാവിൻ്റെ ഇടപെടൽ മൂലം നമുക്കൊരു ബയറിനെ കിട്ടുകയും, എന്നിട്ട് ആ ബയറിൻ്റെ എമൗണ്ട് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത് കാര്യങ്ങൾ ക്ലിയർ ആയത്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഒക്ടോബർ 10 ഞാൻ ഇവിടെ വരുമായിരുന്നു എൻ്റെ ഉടമ്പടി പുതുതായിട്ട് ഇവിടെ എടുക്കാൻ വേണ്ടി. കാരണം ഓൺലൈൻ ഉടമ്പടിയിലെ നമുക്കറിയാം, നമുക്ക് പത്രമൊന്നും കിട്ടത്തൊന്നുമില്ല. പത്രം കിട്ടാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഓപ്ഷൻ ട്രൈ ചെയ്തിരുന്നില്ല നമുക്ക് പത്രം കിട്ടാൻ വേണ്ടി.
അപ്പം ഞാനിവിടെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ജോബ് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് എൻ്റെ ഫീൽഡിൽ ജോബ് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ഒരു ടെസ്റ്റിമണി, ഒരു സാക്ഷ്യം കേൾക്കണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഞാൻ നന്നായിട്ട് യൂട്യൂബ് നോക്കാത്തതിൻ്റെ ആയിരിക്കാം, ഞാൻ ആഗ്രഹിച്ച പോലത്തെ സാക്ഷ്യങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒക്ടോബർ 10, 2024 ഞാനിവിടെ കൃപാസനം വന്നു. ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്, ഞാൻ ഇവിടെ മുന്നിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്, ഞാൻ ആഗ്രഹിച്ച പോലത്തെ തന്നെ ഒരു സാക്ഷ്യം ഇവിടെ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്കത് കേൾക്കാനുണ്ടായി. അപ്പം എനിക്കത് വലിയൊരു മെസ്സേജാണ് കിട്ടിയത്. കാരണം ഞാൻ യൂട്യൂബിലൊന്നും കാണാത്ത കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് കൃപാസനം വരുകയും ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സാക്ഷ്യം എനിക്ക് ഇവിടെ വന്ന് കേൾക്കാൻ കഴിയുകയും ചെയ്തു. അപ്പം ഇനി എൻ്റെ മനസ്സിൽ ആ സാക്ഷ്യം കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ കുറേ ആകുലതകളും കുറേ ടെൻഷനും കുറേ സംശയങ്ങളുണ്ട്. ഇനി പത്രം ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ ഒരു പക്ഷേ പത്രം കൊടുക്കുന്നത് പോലെ കർണാടകയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ ആൾക്കാർ ഒരു നല്ല രീതിയിൽ കാണണമെന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ഡൗട്ടുണ്ട്. ഞാൻ ആരോടൊക്കെ ചോദിച്ചു ഈ പത്രത്തിൻ്റെ കാര്യം, അവരൊക്കെ എന്നോട് പറഞ്ഞു ഒരിക്കലും പത്രം കൊടുക്കല്ലേ, കാരണം ചിലപ്പം കേരളം പോലെയല്ല, നമ്മൾ മറ്റു സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ പത്രം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ് വരെ വന്നെന്നിരിക്കും. ചിലപ്പം വേറെ കുറേ ക്രിസ്ത്യൻസ് പത്രം കൊടുക്കുമ്പോൾ അറിയാമല്ലോ ആൾക്കാർ ഏതൊക്കെ രീതിയിലാണോ വ്യാഖ്യാനിക്കണമെന്ന്. പക്ഷേ ഒരു സ്ഥലത്ത് എന്നോട് പല ആൾക്കാർ ഇങ്ങനെ പറയണു, എന്നാൽ മറുഭാഗത്ത് ഞാൻ നേരിട്ട് കേട്ട സാക്ഷ്യം അതിൻ്റെ ഉപരി വേറെ ഒന്നുമില്ല. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു മാതാവ് എനിക്ക് നേരിട്ട് തന്ന ഒരു മെസ്സേജാണിത്. അതായത് ഞാൻ പത്രം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എവിടെ പത്രം കൊടുക്കണം, എങ്ങനെ പത്രം കൊടുക്കണം, അപ്പോൾ അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൗട്ട്സ് ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്യും, അതൊരു വലിയൊരു ഡൗട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. എങ്ങനെ ഞാൻ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യും? അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് ആ സാക്ഷ്യം പറഞ്ഞ ആളെ തന്നെ എനിക്ക് നേരിട്ടൊന്ന് കണ്ടാൽ എത്ര നന്നായിരിക്കുമെന്ന്. പക്ഷേ നമുക്കറിയാം, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പോണ ആൾക്കാരെ പിന്നെ നമ്മളൊന്നും ഒരിക്കലും കാണാറില്ല. അതല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലാതെ നമ്മൾ പിന്നെ ഇവരൊന്നും പിന്നെ ഒരിക്കലും അവരെ കാണാറില്ല. അവരവരുടെ നാടുകളിൽ പോകും. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ തന്നെ ഞാൻ ഈ സെയിം ആളെ തന്നെ അവിടെ കാണുകയുണ്ടായി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അന്ന് കൃപാസനത്തിൽ വന്ന സാക്ഷ്യം പറഞ്ഞ ആളല്ലേ, 10th ഒക്ടോബറിലല്ലേ വന്നത്? കാരണം ഞാനന്ന് നേരെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡൗട്ടുണ്ട്, അതായത് ഈ പത്രം എങ്ങനെ കൊടുക്കണം, പിന്നെ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ പോയത്, ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ അതേപോലെ അങ്ങ് ചെയ്തു. പക്ഷേ പെട്ടെന്നൊന്നും കാര്യങ്ങളൊന്നും നടന്നൊന്നുമില്ല. കാരണം ദൈവം നമ്മുടെ ലൈഫിൽ ഒരു ഡ്രൈ പീരീഡ് അങ്ങ് തരും, നമ്മളെ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താലും പെട്ടെന്ന് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ദൈവം നമ്മളെ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യും. നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരാണോ അല്ലയോ, നമ്മൾ വിശ്വാസം കൈവിട്ട് പോകുന്നുണ്ടോ. പക്ഷേ ഞാൻ കൈവിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇത് വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങി. ഒരു പ്രാവശ്യം ഞാനിവിടെ കൃപാസനം വന്നപ്പോൾ ഞാൻ ജോസഫ് അച്ഛനെയൊക്കെ കാണുകയുണ്ടായി. എന്നിട്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് ഇവിടെ. എന്നിട്ട് എൻ്റെ ആത്മീയ ജീവിതം ഞാൻ അതേപോലെ തുടർന്നു. ഒരുപക്ഷെ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ ഒരുപക്ഷെ ദൈവം എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് ഇതേ ലൈഫിൽ തന്നെ തുടർന്നാൽ മതി, അങ്ങനെ വരെ ഞാൻ ചിന്തിച്ച കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അധികം താമസിക്കാതെ തന്നെ ദൈവം എനിക്ക് ജോലി തന്നു. ആ ജോലി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് താങ്ക്സ് പറയാൻ കൂടെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ആത്മീയമായിട്ടൊന്നും അത്ര സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു. ദൈവത്തിനോട് വിശ്വാസം ഉണ്ടായിരുന്നു, അതില്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ അത് ജസ്റ്റ് ഒരു വിശ്വാസം മാത്രമായിരുന്നു. ഞാൻ ഒരിക്കലും ദൈവത്തിനെ ആരാധിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഈ ഒരു ധ്യാനത്തോടെ മുന്നോട്ട് വന്നോടെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോമായി. ഞാനിപ്പോൾ എവറി 2 weeks, നേരത്തെ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം വല്ലതും കൺഫെഷൻ വല്ലതും കൊടുത്താലായി. പക്ഷേ ഞാനിപ്പോൾ എവറി 2 weeks കൺഫെഷൻ കൊടുക്കുന്ന ഒരാളാണ്. പ്രേക്ഷിക പ്രവർത്തനം ഞാൻ പണ്ട് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രേക്ഷിക പ്രവർത്തനം ഞാൻ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ്ലി. അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ കുറേ ഓർഫനേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ടൊന്നും അധികം മൈൻഡ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഉടമ്പടി വന്നതോടെ ഞാൻ അങ്ങോട്ടൊക്കെ പോകാറുണ്ട് നേരിട്ട്. അതേപോലെ അവിടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എൻ്റെയൊക്കെ വേണ്ടാത്ത രീതിയിൽ തന്നെ. ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ ഫാമിലിയും ഒരുപാട് ദൈവത്തിൻ്റെ അടുത്ത്
വന്ന് ഒരുപാട് അങ്ങ് അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോ കാര്യത്തിലും ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ദൈവത്തിനടുത്ത് പോയി ചോദിക്കാറുണ്ട് എന്തൊക്കെ ചെയ്യണം. അതേപോലെ ദൈവത്തിനടുത്തു നിന്ന് ഓരോ ഹെൽപ്പ് കിട്ടും എന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അത് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതുവരെ കിട്ടിയ അനുഗ്രഹത്തിന് അതേപോലെ ഈ കൃപാസനത്തിൽ വന്നേ പിന്നെ ഈ ഒരു ഉടമ്പടി ലൈഫ് തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. തന്ന കൃപയ്ക്ക് അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നെന്നും സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ സ്തോത്രം, ഈശോ ആരാധന, ഈശോ മഹത്വം. ഞാൻ ശ്രീകല, കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി എന്ന താലൂക്കിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് കലൈ സെൽവൻ. ഞാൻ 18/8/2024 ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാനിവിടെ ഇന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ഞാൻ വന്നത് അതേ ആലയത്തിൽ തന്നെ പരിശുദ്ധ അമ്മയും യേശുവും കൂടെ എൻ്റെ ആ ഭർത്താവിന് പൂർണ്ണ ആരോഗ്യം കൊടുത്ത് വിദേശത്തൊരു ജോലി അനുഗ്രഹിച്ച് തന്നതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയാൻ പോകുന്നത്. അതെൻ്റെ ഹസ്ബൻഡ് പറയും. യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശുവെ സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് തീർത്ഥാടക യാത്ര കഴിഞ്ഞ് വീട്ടിലും ചെല്ലുന്നത് മുന്നേ ഞാൻ നിയോഗമായിട്ട് പറഞ്ഞത് എൻ്റെ ജോലിയുടെ കാര്യമാണ്. എൻ്റെ ജോലി ഞാൻ വീട്ടിലോട്ട് ചെല്ലുന്നത് മുന്നേ എനിക്കൊരു ഓഫർ എൻ്റെ ഫോണിൽ അഡ്വൈസ്മെൻറ്റ് കിട്ടിയായിരുന്നു. അന്നേരം ഞാൻ CV ഉടനെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ CV അയച്ചു കൊടുത്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടിയായിരുന്നു. അവർ പറഞ്ഞത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്വരം, എൻ്റെ സൗണ്ട് വല്ലാതെ വെറും കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നു, സ്വരം കിട്ടത്തില്ല. അപ്പോൾ പിന്നീട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന് ദൈവമ്മ മാതാവിനിടം ഞാൻ ഉപ്പും പിന്നെ തേനും തൈലമെല്ലാം തൊണ്ടയ്ക്കിട്ട് കഴുത്തിലായിട്ട് പുരട്ടിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു കുഴപ്പമില്ലാതെ ഇൻ്റർവ്യൂവിൽ പാസ്സാവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂക്ക് പോയായിരുന്നു. അന്നത്തെ ദിവസം പോയ അന്ന് ഇൻ്റർവ്യൂ ഇല്ല. പിന്നെ അന്ന് തന്നെ അവിടെ സ്റ്റേ ചെയ്ത് പിന്നെ പിറ്റേന്ന് രാവിലെ ആയിരുന്നു ഇൻ്റർവ്യൂ. അന്ന് രാവിലെ ഞാൻ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്നത് മുന്നേ എൻ്റെ കഴുത്തിൽ ഞാൻ പിന്നെ തൈലമും ഇട്ട് നാക്കിലത് ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അകത്തോട്ട് പോയപ്പോൾ എന്നെ അറിയാതെ നല്ല രീതിക്ക് ഞാൻ സംസാരിക്കുകയും ചെയ്ത് ആ ഇൻ്റർവ്യൂവിൽ പാസ്സാവുകയും ചെയ്തു. അങ്ങനെ MD തന്നെ നേരിട്ട് അവർ തന്നെ സെലക്ഷൻ ആക്കിയിട്ട് അന്നേരമേ പറഞ്ഞ് യു ആർ സെലക്റ്റഡ്, യുവർ വിസ 1 മന്തിൽ റെഡിയാവും, അന്നേരം പോകേണ്ടി വരുമെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ എനിക്കിപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 25-ാം തീയതിയാണ് ഞാൻ വിദേശത്തിലോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വിസ ടിക്കറ്റ് എല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോകും. അമ്മാ മാതാവിനും തിരുക്കുമാരനായി യേശുക്കും നന്ദി. ഞാൻ ജപമാല റാലിയിൽ പ്രാർത്ഥിച്ച് ഞാനും ചേട്ടനും മോളും കൂടെ പോയി. എൻ്റെ ചേട്ടനൊരു ജോലി വിദേശത്ത് വേണമെന്ന് പറഞ്ഞു. റാലി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അന്ന് വൈകിട്ട് തന്നെ ഒരു ഫോണിലൊരു മെസ്സേജ് വരികയും ജോലിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തത്. ചേട്ടൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ 2-3 പേര് പോവുകയും ചേട്ടന് സൗണ്ട് ക്ലിയർ അല്ലാഞ്ഞിട്ട് പോലും ചേട്ടനെ അവരെടുക്കുകയും മറ്റുള്ളവർ റിജക്റ്റ് ആവുകയും ചെയ്തു. എല്ലാം തന്നത് പരിശുദ്ധ അമ്മയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശുദ്ധ അമ്മയും യേശുവും വഴിയാണ്. ഞങ്ങൾ 3 പേരും ഉടമ്പടിയിൽ ജീവിക്കുന്നു. മോളും ഉടമ്പടിയിൽ ജീവിക്കുന്നു. മോളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. പിന്നെ പ്രേക്ഷിത വേലകൾ എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ ഞങ്ങൾ 3 പേരും കൊടുക്കും. 3 പേരും ഓരോരോ സ്ഥലങ്ങളിൽ പോയി പത്രങ്ങൾ കൊടുക്കുകയും ഞങ്ങളുടെ അനുഭവങ്ങൾ കണ്ട് ഞങ്ങളുടെ പരിസരത്തുള്ളവരും ബന്ധുക്കാരും എല്ലാ ആളുകളും എന്ന് വെച്ചാൽ മരിച്ചു പോയെടുത്തുനിന്ന് യേശു എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ അതേപോലെ ഉയർത്തെഴുന്നേറ്റാണ് എൻ്റെ ഭർത്താവ്. അമ്മയും യേശുവും കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. ആ ഞങ്ങളുടെ ജീവിതം കണ്ട് ഞങ്ങളുടെ അനുഭവം കണ്ട് എല്ലാ ആളുകളും വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുകയും അവരുടമ്പടി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് ആരെല്ലാം ഉണ്ടോ ആരോട് പറയാൻ പറ്റുമോ അവരോടെല്ലാം ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയുകയും
അവർക്കൊരു ദുഃഖമെന്ന് കണ്ടാൽ ഇവിടെ വരാൻ പറയുകയും ചെയ്യും. അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ പറയും. പിന്നെ ഏതൊരു കാര്യത്തിന് പോയാലും ഉപ്പും തേനും എണ്ണയും ഇട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ 3 പേരും പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഏതൊരു വിഷമസ്ഥിതികളിലും രാവിലെ ഉണർന്ന് ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കുമ്പം വൈകുന്നേരകം അമ്മ അതിനുള്ള ഒരാശ്വാസം നമുക്ക് തന്നിരിക്കും. അത് ഓരോ ദിവസവും ഓരോ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിതകാലം മൊത്തം ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധയായി ജീവിക്കാനും ആത്മീയ കാര്യങ്ങളും കാരുണ്യ പ്രവൃത്തികളും ചെയ്ത് പ്രേക്ഷിത വേലയും ചെയ്ത് നല്ലവരായി ജീവിക്കാൻ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കത്തുള്ളൂ. ഭൗതികമായ ഒരു ആഗ്രഹങ്ങളും ഞങ്ങളില്ല. ജോലി ചെയ്യാനൊരാവത് ഈശോയും അമ്മയും തന്നാൽ മാത്രം മതിയെന്നേ ഉള്ളൂ. പിന്നെ രോഗികളെ കാണാൻ പോവുകയും രോഗികൾക്ക് ഞങ്ങളെ കൊണ്ടൊക്കുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞ് ഈശോയുടെ അമ്മയുടെയും കൂടെ തന്നെ ഞങ്ങളെ നടത്തണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. അതുപോലെ തന്നെ ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്ന് യേശുവും മാതാവും കൂടെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു ഗിഫ്റ്റാണ് ഈ ജോലി. അന്ന് 25-ാം തീയതിയാണ് ചേട്ടൻ വിദേശത്ത് പോകുന്നത്. ഈ 25 എന്നുള്ള ഡേറ്റ് കണ്ടപ്പോഴേ ഞാൻ ചേട്ടനോട് പറഞ്ഞ് പരിശുദ്ധ അമ്മ വഴി നമുക്ക് യേശു തന്ന ഡേറ്റാണ് ക്രിസ്മസ് 25. യേശുവിന് അതിനൊരു കോടാനുകോടി നന്ദി അമ്മയ്ക്കും യേശുവിനും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. യേശുവേ